പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിലെ മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം, പുതിയ പകൽ, പുതിയ ദിവസം കർത്താവ് നമുക്ക് ദാനം തന്നതോർത്ത് കർത്താവിൻ്റെ നാമത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ജീവനും ആയുസ്സും ആരോഗ്യവും നൽകി തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രഭാതം നമുക്ക് വേദവചന ധ്യാന ചിന്തയിലേക്ക് മാറ്റിവെക്കാം. ഇന്നത്തെ വേദവചന ധ്യാനത്തിനായി 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. 1 Peter chapter 3 verse 12. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. ഈ 12-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം മാത്രമാണ് വായിച്ചത്. അതിനകത്ത് ഒരു പഴയ നിയമ കൊട്ടേഷനകത്തിന്ന് കോട്ടിനകത്തിന്ന് അടർത്തിയെടുത്ത ഒരു വേദഭാഗമാണ്. അത് സ്വതന്ത്രമായിട്ട് നിൽക്കുന്നൊരു വചനമാണ്. അതുകൊണ്ട് അത് മാത്രം ചിന്തിക്കാം. ഇത്രയേ ഉള്ളൂ. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. യഹോവയുടെ കണ്ണ് തന്നിൽ, പഴയ നിയമം ഇങ്ങനെ പറയുന്നു. യഹോശാഫാത്തിന്റെ കാലത്ത്, ആസ എന്ന് പറയുന്ന രാജാവിന്റെ കാലത്ത് ഇങ്ങനെ പറയുക, ദൈവമായ കർത്താവ് ദൈവദൂതനിലൂടെ ദൈവദാസന്മാരിലൂടെ ഇങ്ങനെ ഒരു ആലോചന പറയുന്നുണ്ട്. യഹോവയുടെ തന്നിൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ദൈവത്തിന്റെ കണ്ണാണ്. ദൈവത്തിന്റെ കണ്ണിനെ കുറിച്ച് പറയുന്നുണ്ട്, അഗ്നിജ്വാലയ്ക്കുത്തുള്ള കണ്ണ്. അവന്റെ കണ്ണിന് മുമ്പിൽ സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ദൈവത്തിന്റെ സകലതും, ഹൃദയത്തിന്റെ എല്ലാവരും മനുഷ്യൻ പുറമേ നോക്കുമ്പോൾ ദൈവ ഹൃദയത്തിന്റെ അകം നോക്കുന്നു. ഈ വാക്കുകളെല്ലാം ദൈവത്തിന്റെ കണ്ണിനെ കുറിക്കുന്ന വിശേഷതകളാണ്. ഇന്ന് ഈ വചനം പത്രോസ് പറയുമ്പോൾ യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും, ആ നീതിമാൻ എന്ന് പറയുന്നത് ജസ്റ്റ് എന്ന് പറയുന്നതിനപ്പുറം ദൈവത്തിങ്കൽ പ്രത്യാശ വയ്ക്കുന്ന, ദൈവത്തിങ്കലേക്ക് ആശ്രയിക്കുന്ന, ദൈവത്തിന്റെ മാത്രം മുഖത്ത് നോക്കി അതേ ദൈവമുഖത്തേക്ക് മാത്രം നോക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ ആ പഴയ നിയമത്തിലെ വാക്കുപോലെ തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന്, അതേ ദൈവത്തെ, ഇയ്യോബിനെ കുറിച്ച് ദൈവം തമ്പുരാൻ പറയുന്നൊരു സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യം ഇങ്ങനെ, എന്റെ ദാസനായി ഇയ്യോബിന്റെ മേൽ നീ കണ്ണുവെച്ചുവോ? സാത്താനോട് ചോദിക്കുന്നത്, നീ കണ്ണുവെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കരും നേരുള്ളവരും ദോഷം വിട്ടകലുന്ന യഹോവ ഭക്തനായും ഒരാൾ ഭൂമിയിലില്ല. അപ്പോ യഹോവയുടെ കണ്ണ് ഈ നീതിമാനായ എന്ന് പറഞ്ഞ ഇയ്യോബിന്റെ മുഖത്ത്, ഇയ്യോബിന്റെ മേൽ യഹോവയുടെ കണ്ണുണ്ട്. ഈ സാത്താന് പോലും ദൃഷ്ടി വെക്കാതെ വണ്ണം സാത്താൻ തിരിച്ചൊരു മറുപടി പറയുകയാണ്, നീ അവര് ചുറ്റും വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുക. അപ്പൊ ഇവിടെ പറയുന്ന ഈ വാക്ക്, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേൽ ഉണ്ട്. അപ്പോൾ നമ്മൾ നടക്കുന്ന വഴി, പോകുന്ന വഴി, നടക്കേണ്ടുന്ന വഴിയാണോ എന്ന് നോക്കി യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും. ഇനി അടുത്ത വാക്ക് പറയുന്നത്, തൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. സത്യത്തിൽ നീതിമാന്മാരുടെ യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ രണ്ടാമത്തെ ആ വാക്ക് പ്രസക്തമാണ്. തൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കുന്നു. ഇന്ന് യഹോവ ഭക്തിയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ദൈവത്തിന്റെ ചെവി തുറന്നിരിക്കുന്നു. അത് നിന്റെ പാപം എത്ര കടിച്ചുവപ്പായിരുന്നാലും, ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കുമ്പോൾ ഒരുവൻ ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തി ദൈവത്തോട് നിലവിളിക്കുന്നുണ്ടെങ്കിൽ കൈവിടാതെ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ കാണാം. നിലവേ പട്ടണം ഉന്മൂല നാശം വരുത്തുമെന്ന് പറഞ്ഞ് പ്രവാചകൻ കാത്തിരിക്കുമ്പോൾ ആ ജനം തങ്ങളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ പറയുന്ന വാക്ക് അന്വർത്ഥമാണ്. തന്റെ ചെവി, അതേ യഹോവയുടെ താഴ്ത്തിയ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പാകെ തുറന്ന് അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ് അനർത്ഥം വരുത്തിയതുമില്ല. ഇനി ഉൽപ്പത്തി മുതൽ വായിക്കുമ്പോൾ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, നീതിയായി കണക്കിട്ടു. അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി. അതേ ഇസ്ഹാക്ക് പ്രാർത്ഥിച്ചു, അതിന് മറുപടി കിട്ടി. പിന്നെ കാണാം, യാക്കോബ് യാബോക്ക് എന്ന നദിയുടെ തീരത്തിരുന്ന് പ്രാർത്ഥിച്ചു. ഒരു രാത്രി ആരും കാണാതെ, അതേ തന്റെ സരിക്കുള്ള സകലത്തെയും അക്കരെ വിട്ടിട്ട് ഏകനായി ഒരു ഓൾ നൈറ്റ് പ്രാർത്ഥന, മുഴുരാത്രി പ്രാർത്ഥന നടത്തി. പ്രാർത്ഥനയ്ക്ക് മേൽ യഹോവയുടെ കണ്ണ് തുറന്നു എന്ന്, ചെവി തുറന്നു, കണ്ണ് തുറന്ന് ചെവി അവന്റെ പ്രാർത്ഥനയ്ക്ക് തുറന്നു എന്ന് മാത്രമല്ല, ദൂതൻ അവനെ അനുഗ്രഹിച്ചാ വിട്ടത്. ഹല്ലേലൂയ.
അത് മാത്രമല്ല, അർദ്ധരാത്രിയിൽ കാരാഗ്രഹത്തിനകത്ത് പൗലോസും ശീലാസും പാടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പിലും യഹോവയുടെ ചെവി തുറന്നു. പ്രാർത്ഥനയ്ക്ക് മേൽ കാരാഗ്രഹത്തിനകത്ത് പത്രോസ് കിടക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് മേൽ യഹോവയുടെ ചെവി തുറന്നു. യാക്കോബ് പറയുന്നു, നീതിമാന്റെ ശ്രദ്ധയോടെ പ്രാർത്ഥന ഏറെ ഫലിക്കുന്നു. എന്നിട്ട് താഴെ പറയുന്നു, ഏലിയാവ് നമുക്ക് സഭാ സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു, മഴ പെയ്യാതിരിക്കേണ്ടതിന് പ്രാർത്ഥിച്ചു. 3 വർഷവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. പിന്നെ പ്രാർത്ഥിച്ചു, അപ്പോൾ മഴ പെയ്യേണ്ടതിന് പ്രാർത്ഥിച്ചു. അപ്പോൾ മഴ പെയ്തു, ദേശത്ത് ധാന്യം വിളഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ യഹോവയുടെ ചെവി നീതിമാന്മാരുടെ മേലും അവന്റെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ദൈവത്തിലെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ തുറന്നിരിക്കുന്ന ഒരു കാത് സ്വർഗത്തിലുണ്ട്. നിന്നെ നോക്കി കാണുന്ന, നിനക്ക് വേണ്ടി നോക്കി കാണുന്ന തുറന്നിരിക്കുന്ന ഒരു കണ്ണ് നിനക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും. നിനക്ക് മേളിൽ കുറ്റം ആരോപിക്കുമ്പോൾ അവന്റെ കണ്ണ് നിന്റെ മേലുണ്ട്. നീ ചെയ്യാത്ത കാര്യത്തിന് നിന്റെ മേൽ കുറ്റം ആരോപിക്കുമ്പോൾ, നിന്നെ നിന്ദിക്കുമ്പോൾ, നിന്നെ പരിഹസിക്കുമ്പോൾ, നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, നിനക്ക് ലഭിക്കേണ്ട അവകാശം നിനക്ക് ലഭിക്കാതിരിക്കുമ്പോൾ, നിന്നെ മാറ്റി നിർത്തുമ്പോൾ യഹോവയുടെ കണ്ണ് നിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അതെ, അവന്റെ ചെവി തന്റെ പ്രാർത്ഥിക്കുന്നവരുടെ മേലേക്ക്, പ്രാർത്ഥിക്കുന്നവരുടെ നാവിലേക്ക്, ആ പ്രാർത്ഥിക്കുന്ന വായിലേക്ക് ആ ചെവി തുറന്നിരിക്കുകയാ. നിന്റെ നാവ് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ യഹോവയുടെ ചെവി നിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. യഹോവയുടെ ചെവി നിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. ഈ ലോകത്തിൽ ആരും നിന്റെ ശബ്ദം കേൾക്കുന്നില്ലെങ്കിലും യഹോവയുടെ ചെവി നിന്റെ ശബ്ദത്തിനായി തുറന്നിരിക്കുന്നു. നിന്റെ ശബ്ദം കേൾക്കുവാൻ തുറന്നിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവജനമേ, നിന്റെ ചെവി, അതെ, നിന്റെ നാവ് ഉയരുമ്പോൾ, നിന്റെ നാവിൽ നിന്ന് പ്രാർത്ഥനാ ശബ്ദങ്ങൾ ഉയരുമ്പോൾ യഹോവയുടെ ചെവി അത് കേൾക്കാൻ തുറന്നിരിക്കുന്നു. എവിടെയൊക്കെ തങ്ങൾക്ക് നിർവാഹമില്ലാതെ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായപ്പോൾ അവിടെ ചെവി തുറന്നിറന്ന് ഇറങ്ങി വന്നൊരു ദൈവം. അത് 40-ാം സങ്കീർത്തനം പറയുന്നു, ആകാശം ചായിച്ചിറങ്ങി വരുന്ന ഒരു ദൈവം. ഞാൻ കർത്താവിലേക്ക് നോക്കി, അവനെങ്കിലേക്ക് ചാഞ്ഞു. ഞാൻ യഹോവയുടെ നിലവിളിച്ചു, അവനെങ്കിലേക്ക് ചാഞ്ഞു. എന്റെ നിലവിളി കേട്ടു. നാശകരമായി കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി എന്നെ ഒരു പാറമേൽ നിർത്തി. എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവരെന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതിയെ. ആകാശം ചായിച്ചിറങ്ങി വരുന്ന നിന്റെ നിലവിളിക്ക് മുമ്പേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പേ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാ കുഞ്ഞെ നീ സേവിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയ്ക്ക്, തലമുറയോർത്ത് പ്രാർത്ഥിക്കുന്ന മാതാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. യെശയ്യാ പ്രവാചകൻ പുസ്തകം 62:5 പറയുന്നു, യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ മിണ്ടാതിരിക്കരുത്. യഹോവയെ ഓർപ്പിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അത് പറയുന്ന പേരാ പ്രാർത്ഥിക്കുന്നവർ. പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്. തന്റെ ചെവി നിന്റെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കുന്നു. തലമുറയോർത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. നിന്റെ കടഭാരമോർത്ത്, വേദനയോർത്ത്, മുൻപോട്ടുള്ള സ്റ്റെപ്പ് എങ്ങനെ വെക്കുമെന്നോർത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അതിനുമേൽ ദൈവത്തിന്റെ ചെവി തുറക്കുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് മേൽ നിനക്ക് പുറത്തു വരുവാൻ, നിന്നെ സ്വതന്ത്രമാക്കുന്ന, വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം നിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പേ തുറക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. രക്തത്തിന്റെ മുദ്ര ജനത്തിന്റെ മേലിടുന്നു. ആത്മാവിൽ ജനത്തെ ബലപ്പെടുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധമായ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യഹോവയുടെ കണ്ണ് നീതിമാന്റെ മേലും തന്റെ ചെവി അവന്റെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കുന്നു. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ചെവി ഈ ജനത്തിന് വേണ്ടി തുറക്കുന്നതിനായി നന്ദി. തലമുറയോർത്ത് കരയുന്നവർക്കായി സ്തോത്രം. പ്രാർത്ഥന സ്വർഗം കേൾക്കുന്നു. അതേ, മുന്നോട്ടുള്ള ഭാവി, വിസ സംബന്ധമായ കാര്യങ്ങൾ ഓർത്തു കരയുന്നവർക്കായി സ്തോത്രം. ആ പ്രാർത്ഥന സ്വർഗം കേൾക്കുന്നു. ഭാവി അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരം, അതേ, ജപ്തി സംബന്ധമായി, കടഭാരമായി, ഭീഷണിയായിരിക്കുന്ന ജനത്തിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ അനുഗ്രഹിക്കുന്നു, ബലപ്പെടുന്നു, തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേൾക്കുന്നു. നീ അവന്റെ ചെവി തന്റെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കുന്നു. ഈ പ്രാർത്ഥന കേട്ട് ജനത്തെ വിടുവിച്ച് ഐശ്വര്യമായി അത് സാക്ഷ്യമായി മാറുന്നതിനായി നന്ദി പറയുന്നു. കർത്താവേ, തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപ കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കൃപയ്ക്കുള്ളിൽ മറയട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു വൺസ് അഗൈൻ.